ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ക്ലേ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദ്യം തന്നെ ക്ലേ എടുത്തിട്ട് നന്നായിട്ട് നീഡ് ചെയ്ത് കൊടുക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ക്ലേ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നന്നായിട്ട് നീഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ സാധാരണ ക്ലേ ഷോപ്പിൽ നിന്ന് മേടിച്ചില്ലെങ്കിൽ ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൻ്റെ കണ്ടു നോക്കിയാൽ മതി കേട്ടോ. ഇനി അതിൽ നിന്ന് നമ്മൾ 2 വലിയ ബോൾസും 2 ചെറിയ ബോൾസും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബോളുകൾ നമ്മുടെ ക്ലേ വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നമ്മളിതിലോട്ട് കളർ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഉള്ളിൽ നമുക്ക് കളർ പിടിക്കും. പക്ഷേ ലൈറ്റ് ആവും കുറച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ക്ലേയിൽ കളർ കൊടുക്കാം. വൈറ്റ് കളർ ക്ലേ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. വേറെ ഏതെങ്കിലും ക്ലേ ആണെങ്കിൽ ഫൈനലായിട്ട് ഉണങ്ങിയതിന് ശേഷം പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മുടെ ക്ലേ ഇതുപോലെ ആയതുകൊണ്ട് നമ്മളിതാ ഇങ്ങനെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ വലിയ 2 ബോൾസിന് ഗ്രീൻ കളറും ചെറിയ ബോൾസിന് നമ്മൾ വന്നിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ബ്രൗൺ ഷെയ്ഡിനായിട്ട് കോപ്പർ മെറ്റാലിക് കളർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കളർ ഇതേപോലെ ചെയ്ത് മിക്സ് ചെയ്ത് ക്ലേയുടെ കളർ മാറ്റുമ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കളർ കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കിട്ടില്ല. ഇതേപോലെ ചെയ്ത് വീണ്ടും ബോളാക്കി വീണ്ടും ഇതിനെ സ്പ്രെഡ് ചെയ്ത് വീണ്ടും കളർ കൊടുത്ത് അങ്ങനെ ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വൈറ്റ് കളർ അവിടെ ഇങ്ങനെ കാണുന്ന പോലെയാവും. അപ്പോൾ ഈ ഒരു കളറ് കൊടുക്കുക എന്നുള്ളത് കുറച്ച് പണിയാണ്. ഉണങ്ങിയതിന് ശേഷം കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ ബോളുകൾക്ക് ഗ്രീൻ കളറും ചെറിയ ബോളുകൾക്ക് ഇതും എടുത്തിട്ടുണ്ട്. ഇനി വലിയ ബോൾ എടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് നല്ല ബോൾ ഷേപ്പിലാക്കി എടുക്കുക. അതിനുശേഷം ഈ കാണുന്ന പോലെ അതിനെ ഒന്ന് കോണാക്കി കൊടുക്കുക. ജസ്റ്റ് നന്നായിട്ട് ബോൾ ആദ്യം ഷേപ്പ് ചെയ്തെടുക്കണം. നല്ല ബോൾ ഷേപ്പ് ആയതിനു ശേഷം ഒരു സൈഡ് ഈ ഒരു ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഒരു കോൺ ഷേപ്പിലോട്ട് വരും. അത് കണ്ടോ, കറക്റ്റായിട്ട് ഒരു കോൺ ഷേപ്പിലോട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം അതിനെ താഴെ വെച്ചിട്ട് താഴത്തെ സൈഡൊന്ന് ഫ്ലാറ്റ് ആക്കി കൊടുത്തിട്ട് ഈ കാണുന്ന പോലെ ചെയ്യാം കേട്ടോ. താഴെ ആദ്യം ഒരു ടിയർ ഡ്രോപ്പിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഷേപ്പല്ലേ ഉണ്ടാവുക, അതൊന്ന് മാറ്റിയിട്ട് ഒന്ന് താഴെ വെച്ച് അല്ലെങ്കിൽ കയ്യിൽ ഇതേപോലെ വെച്ചിട്ട് കറക്റ്റ് ഒരു കോൺ ഷേപ്പിലാക്കി എടുക്കുക. താഴെ ഭാഗം ഫ്ലാറ്റ് ആക്കുന്ന പോലെ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ആക്കി നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതും എടുത്തിട്ട് സെയിം ഹൈറ്റിൽ തന്നെ ആണോ എന്നൊക്കെ കറക്റ്റ് ആക്കുക കേട്ടോ. അടുത്ത ആ ഗ്രീൻ കളർ കൊടുത്തില്ലേ നമ്മൾ വലിയ ബോൾസിന്, ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ ക്രിസ്മസ് സീരീസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ബ്രൗൺ കളറിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ഇങ്ങനെ ഒരു സിലിണ്ടർ ഷേപ്പിലാണ് ആക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് 2 സൈഡുകളും ഒന്ന് ഫ്ലാറ്റ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ കൈ വെച്ച് ജസ്റ്റ് ആക്കിയാൽ മതി. രണ്ടിനും ലെങ്ത്ത് സെയിം ആയിട്ടിരിക്കണം കേട്ടോ. രണ്ടെണ്ണമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ സെയിം ആക്കി കൊടുക്കുന്നത്. ഇനി ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു ഗ്രീൻ കളർ സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഒരു ഐ പിൻ ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ ഐ പിൻ ഇറക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു കറക്റ്റ് ആ ഒരു കോർണർ ഭാഗം വരുന്ന ഭാഗത്ത് കറക്റ്റാക്കി കൊടുക്കണം കേട്ടോ. അതായത് ഐ പിൻ ഇറക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഇതുണ്ടാവും. മുകളിലത്തെ ഭാഗത്താണ് ആ ഒരു ലൂപ്പ് വരേണ്ടത്. കണ്ടോ, ഇതേപോലെ വെച്ച് എന്നിട്ട് നമ്മളൊരു കുഞ്ഞ് സിസേഴ്സ് എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്യാം. മുകളിൽ നിന്ന് ഫുൾ റൗണ്ട് ഒരു റൗണ്ട് കട്ട് ചെയ്യാം. പിന്നെ അതിൻ്റെ താഴെ ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ട്രീയുടെ ഷേപ്പിലോട്ട് വരും. അപ്പോൾ ഇതെന്താണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുതേ. ഈ ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി യൂസായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഇത് ഞാൻ കുറേ മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇഷ്ടമായതിന് ശേഷം ഓർഡറുകളും ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഓർഡർ എടുക്കുന്നവർക്കാണെങ്കിൽ ചെയ്യാനും എളുപ്പമാണ് കേട്ടോ. ഇനി അതിന് ശേഷം അതിൻ്റെ താഴെ ഒരു ബ്രൗൺ കളറിൽ നമ്മുടെ ആ ഒരു സിലിണ്ടർ ഷേപ്പിൽ ഉണ്ടാക്കിയില്ലേ, അതും കൂടെ കയറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്നിങ്ങനെ വളച്ച് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ലൂപ്പ് പോലെ ആക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് വളച്ച് വെച്ച് അതിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ട് ആ ഒരു സ്റ്റെമ്മിൻ്റെ ഭാഗം കറക്റ്റാക്കി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. അതിനുശേഷം ആ ഒരു മുകളിലത്തെ ലൂപ്പിൽ നമ്മുടെ ഐ പിന്നും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇയർ റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുക കേട്ടോ. അപ്പുറത്തെ ഇതും കൂടെ ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് ഉണക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഉണക്കിയെടുത്തതിന് ശേഷം കൊണ്ടുവന്നിട്ടുണ്ട്. ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ഒരു ക്രിസ്മസ് ട്രീയുടെ ഒരു ഇയർ റിംഗ് ആണ് നമ്മളിവിടെ ചെയ്തെടുത്തത്. ഇതേ സെയിം സംഭവം തന്നെ നമുക്ക് മാല ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഇയർ റിംഗ് ആണ് നമുക്ക് ഓർഡർ, അതുകൊണ്ട് ഇയർ റിംഗ് ആണ് ചെയ്തെടുത്തത്. മാല ചെയ്തെടുക്കാം, ഹെയർ ബാൻഡ് ചെയ്തെടുക്കാം, ഒക്കെ ചെയ്തെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.